അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഞാൻ ഇന്നലെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വേറെ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കുറേ മലപ്പുറത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഓരോ താത്താരെ വിളിച്ചിട്ട് എന്താ മുഫല് ഉമ്മാൻ്റെ പാട്, എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉമ്മാൻ്റെ ഒരു കാര്യം പറിച്ചല്ലോ, ഉമ്മാൻ്റെ അപ്ഡേഷനോ ഉമ്മാനെ കാണലോ എന്തായാലും കുറച്ച് കാലത്തിന് ഉമ്മ ഉണ്ടാവില്ല നമ്മൾ വീഡിയോസിലൊന്നും. അപ്പോൾ നിരന്തരം നമ്മളെ വീഡിയോസിൽ ചിരിച്ച് കളിച്ച് ഉള്ള ഒരാളായിരുന്നു ഉമ്മ. നിങ്ങൾക്ക് അറിയണത് ഉമ്മാക്ക് ചിലപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഉമ്മാനെ മിസ് ചെയ്യുന്നുള്ളത്. കാരണം ഉമ്മയുടെ ചെറിയും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വീഡിയോൻ്റെയും എൻ്റെ ലൈഫിൻ്റെയൊക്കെ ഒരു വഴിത്തിരിവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കുറച്ച് ദിവസമായിട്ട് എനിക്കും നഷ്ടമാണ്, അത് കാണാൻ പറ്റുന്നില്ല. മുഖത്ത് എപ്പോഴും സങ്കടവും കാര്യങ്ങളും ബേജാറും പേടിയൊക്കെയാണ് മനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉമ്മയുടെ പാട് എന്താണെന്ന് ചോദിച്ചവർക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അന്ന്, അതായത് ഉമ്മ ഇപ്പോൾ വെന്റിലേറ്ററിലാവുന്നതിന് മുന്നേ ഉമ്മ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഉമ്മയുടെ ആ ഒരു ചെറിയ സന്തോഷവും കാര്യങ്ങളും എപ്പോഴും കണ്ണിങ്ങനെ കലങ്ങിക്കൊണ്ട് ഇങ്ങനെ അവിടെ റൂമിൽ കുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കഷ്ടിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഉമ്മക്ക് ഉറക്കില്ല. ഓക്കെ, ഉമ്മക്ക് ഉറക്കില്ല പറഞ്ഞാൽ ഉമ്മക്ക് സ്വപ്നത്തിൽ ഇപ്പോൾ വരുന്ന ഓരോ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആ റൂമിലിങ്ങനെ ലൈറ്റ് വിട്ടിട്ട് ഞാൻ നോക്കുമ്പോഴൊന്നും ഉമ്മ ഉറങ്ങലില്ല. ഉമ്മ ഇങ്ങനെ കുത്തിരിക്കും, മുസാഹിബും പിടിച്ച് ദിസ്ബിയും പിടിച്ച് ഉമ്മ ഇങ്ങനെ കുത്തിരിക്കലാണ്. അപ്പം ഉമ്മയുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും ദിവസം പറയാതിരുന്നത്. ഓക്കെ, ആളുകളിങ്ങനെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഉമ്മാനെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണെന്ന് മാത്രം. അപ്പം ഉമ്മാക്ക് നല്ല കഫക്കെട്ടും പനി ചുമയൊക്കെയാണ്. എന്താണ് അതിനൊരു ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് നോക്കണം. പുറത്തുള്ള ആണുങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനൊരു ഡോക്ടറെ കൊണ്ടുവരാൻ പറ്റാനുള്ള എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ, അറിയാത്തത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനൊരു ഡോക്ടറെ എവിടെന്നെങ്കിലും ഒന്ന് കൊടുന്ന് കാണിക്കണം എന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയും പിടിച്ച് അധികമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളാണല്ലോ ഉള്ളത്. നിപ്പയായിട്ടും മറ്റേ ഇതായിട്ടും ഒരുപാട് എലിപ്പനി, മലമ്പനി, ഡെങ്കിപ്പനി, അങ്ങനെ ഒരുപാട് പനികൾ ഇപ്പോൾ പടർന്നു കൊണ്ടിരിക്കുന്ന ടൈമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിന്നതല്ല. അപ്പോൾ അന്നൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ തോന്നി ഈ രാത്രി ഉറക്കമില്ലാഞ്ഞിട്ടും ഓരോന്ന് ആലോചിച്ച് കൂട്ടി ടെൻഷൻ കയറ്റിയിട്ടുമാണ് ഈ അസുഖത്തിന് കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാവും വലിയ പ്രശ്നം. ചക്കര പമ്മാക്ക് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ വീട് ഇപ്പോൾ ഉറങ്ങിയ പോലെയാണല്ലോ, അതായത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ സൗഫി മക്കളാണെന്നുണ്ടെങ്കിലും വീട്ടിലൊരു ഒച്ചയും ബഹളമായിട്ട് ഓലുണ്ടാവും. ഒരു മക്കളല്ലേ, ഓൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള പ്രായമാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓലൊരു ബഹളവും സൗഫി അതേമാതിരി അളിയനൊക്കെ പോയതുകൊണ്ട് വീടൊന്ന് ജസ്റ്റ് ഉറങ്ങിയ ഒരു രൂപത്തിലാണ്. ഇപ്പോൾ ഞാനും നിജാസും ചക്കരയും ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് സിനും കുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടിയൊക്കെ കാണുമ്പോൾ ഉമ്മ കുറേയൊക്കെ ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്തായാലും അവരുടെ അവസ്ഥ നമുക്കിപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഉമ്മയുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഉമ്മയുടെ അവസ്ഥ ചോദിച്ചവർക്കൊക്കെ ഉമ്മയുടെ പാടെന്തായാലും ഇങ്ങനെയാണ്. അതായത് നമ്മളിവിടെ 40 ദിവസവും, അതായത് 40 ദിവസം നമ്മൾ മഗ്‌രിബിക്ക് ശേഷം ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 4 പുറത്തെ ആളുകളൊക്കെ കൂടുതലുണ്ട്. നമ്മുടെ അയൽവക്കക്കാരും അതേമാതിരി ഇവിടുന്ന് ആ റോഡ് വരെയുള്ള ആളുകളൊക്കെ ഒരു മൗലൂദിനൊക്കെ കൂടുതലുണ്ട്. മഗ്‌രിബിക്ക് ശേഷം ഇശാ വരെ എന്തായാലും ഇവിടെ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയിട്ട് ഇന്നൊക്കെ ഏകദേശം 10 ദിവസം പിന്നിടുകയാണ്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയണില്ല. ഞാനെപ്പോഴും ഖബറിങ്ങൊക്കെ പോയി ഇപ്പനോട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയാലും അവിടെ പോയി സിയാറത്ത് ചെയ്യലൊക്കെ ഉണ്ട്. അവിടെ പോകുമ്പോൾ ഇപ്പോഴും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം. ഞാനിപ്പനെ കുറിച്ച് ഇങ്ങനെ പറയാത്ത എന്താ വെച്ചാൽ കൂടുതൽ ഓർമ്മകൾ ഇങ്ങനെ വന്ന് ആകെ നമ്മളെയും ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഇപ്പം ഉമ്മാൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു. ഉമ്മയുടെ അവസ്ഥ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇതാണ്. ഓക്കെ, ഇപ്പോൾ 14-ന് നമ്മളൊരു എത്തീങ്കാനയിൽ കുറച്ച് ദർസ് കുട്ടികൾ, അതായത് ഇവിടെ അതിന് കറക്റ്റ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളോട് പറയാം എന്താ സംഭവം. അവിടെ ഒരു 50-60 കുട്ടികളുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഫുഡ് ഉപ്പാൻ്റെ പേരിൽ അവിടെ ഫുഡും കാര്യങ്ങളും ദിക്റും കാര്യങ്ങളൊക്കെ ചെയ്യാച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 40-ന് നമ്മൾ ചെറിയൊരു ഫങ്ഷൻ വീട്ടിൽ വെക്കുക. പിന്നെ കൊല്ലമാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതുവരെയുള്ള തീരുമാനങ്ങളും മുന്നോട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞാനിന്ന് എങ്ങോട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വയസ്സായിട്ട് പണിക്കാരെ തേടി ഇങ്ങനെ നടക്കുക. അതായത് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ പണിയെടുക്കുമ്പോൾ
അത് മോശമല്ലേ, ആൾക്കാർ ഓരോന്ന് പറയൽ തുടങ്ങും. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും നോക്കുന്നില്ല, ഞാൻ തന്നെ പണിക്ക് ഇറങ്ങാച്ചിട്ടാണ്. ഇന്നലെ ഞാൻ കുറച്ച് നേരം പഴുത്ത് റെഡിയാക്കി. അതായത് നമ്മുടെ കിണറിൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ, കിണർ ഒരു വട്ടം നായ ചാടി. ഇനിയിപ്പോൾ അതിൽ നായ ചാടാതെ, നായ മാത്രമല്ല അഥവാ ഇനി വല്ല കുട്ടികളൊക്കെ അതിനെ കളിക്കാൻ പോകുന്നുള്ളതാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് പടുക്കൽ മസ്റ്റാണ്. അതായത് അത് പടുത്തലാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഇതിലോട്ടായിട്ട് മാറിപ്പോകും. കാരണം നിലത്തിൻ്റെ ഒപ്പം ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ, ഞാനൊരു ബംഗാളിയും പാടം കൂടിയിട്ട്. അപ്പോൾ ഇന്ന് അതിനൊരു ആൾമറയും പാടെ കെട്ടണം. അപ്പോൾ ആൾമറ കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നല്ല, എൻ്റെ ജോലി അതാണ്, പടവാണ് എൻ്റെ ജോലി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പടവിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമായിരുന്നു. ഹോസ്പിറ്റൽ കേസായിട്ടും നമ്മുടേതായിട്ടുള്ള കുറേ തിരക്കുകളോണ്ടൊന്നും ഞാൻ ആ ജോലിയിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുമായിരുന്നു. കാരണം വേറെ കുറേ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് അത് അതിനുള്ള ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളെ പെരപ്പണി എന്താണ്, ഇനി ആ ആൾമറ ഇന്ന് കെട്ടാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ പിന്നെ അടുത്ത് കാണിച്ചു തരാം. ഞാൻ അതിനെക്കുറിച്ച് ആരും ഇവിടെ അപ്പം മരിച്ചിട്ട് ഒരു 15 പോലും അല്ലെങ്കിൽ ഒരു 40 പോലും ആവാതെ ഈ പണിക്കിറങ്ങി വീട് പണി എടുത്തൊന്നും ആരും പറഞ്ഞില്ല. ഒന്നാമത് പണിക്കാരെ കിട്ടാനിട്ടും പിന്നെ അവനാൻ്റെ പെരപ്പണി അവനാനല്ലേ, നമ്മളെ കൂടി കഴിയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 1 റോഡ്, 2 നമ്മളെ ബാത്റൂം. ഒരു മനുഷ്യൻ അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. നമുക്ക് എന്തായാലും ജനനവും മരണമൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. ഓക്കെ, നമുക്കെന്നാ എപ്പോഴും പറയാം, നമുക്കൊന്നും അത് ഒരിക്കലും എന്താണ് വാപ്പ എന്നുള്ളത് വാപ്പ തന്നെയാണ് മക്കളെ. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞാന്നില്ലേ, ഞാൻ വൈകി വരികയാണെങ്കിൽ, അതായത് ഞാൻ വീട്ടിലോട്ട് വൈകി വരികയാണെങ്കിൽ ഉമ്മ എന്താ പറയാമെന്നറിയോ, വാതിരാക്കോഴി ഇതാ വരുന്നതെന്ന്. സീനു എന്താ പറയാമെന്നറിയോ, ഇക്ക എന്നും നേരം വൈകിട്ട്, ഓളെ എന്നുള്ള പരാതി അതാണ്, ഞാൻ നേരം വൈകി വരുന്നതാണ്. ഞാൻ നേരം വൈകി വരുന്നത് നമ്മൾ ജോലി കഴിഞ്ഞിട്ട്, അതായത് സ്റ്റുഡിയോയിലെ അത്രയും ജോലികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വരല്ലേ. അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല. കാരണം അപ്പോഴൊക്കെ എൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാണായിട്ട് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു വിളക്കായിട്ട് എങ്ങനെയാണെങ്കിലും വീട്ടിലുണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ് എനിക്ക്. ആ ധൈര്യം നമ്മളെ ചോർന്നു പോയി, ധൈര്യം ഇല്ലാതായി പോയി എന്ന് പറയാം. കാരണം ഇനി എനിക്ക് അനിയനോ ഏട്ടനോ ആണായിട്ട് ഈ കുടുംബത്തിൽ പാണധരിയായിട്ട് ഞാൻ മാത്രം, പിന്നെ കുട്ടികളും അളിയന്മാരും ഒക്കെ അവരവരുടേതായിട്ടുള്ള രീതിയിലോട്ട് മാറുമല്ലോ. അപ്പോൾ നമ്മൾ രാവും പകലും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ഒക്കെ ലൈഫ് സ്റ്റൈലൊക്കെ ഇന്നൊന്ന് മാറ്റേണ്ട ടൈം ആയിക്കണ്, എല്ലാം കൊണ്ടും മാറ്റേണ്ട ടൈം ആയിക്കണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിക്ക് നമുക്ക് നടത്തണം. അപ്പം ഉമ്മയുടെ അവസ്ഥ അതാണ്. എല്ലാവരും ഉമ്മക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനെ കാണുമ്പോൾ നമുക്കും ഇടങ്ങേറാണ്. ഇങ്ങനെ കുത്തിരിക്കും, ഒരു മൂലക്ക് ഇങ്ങനെ കുത്തിരിക്കും, കുറേ ഓതും, കുറേ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയും. രാത്രി ഞാൻ വന്നതിന് ഞാൻ ഉപ്പാനെ സ്വപ്നത്തിൽ കണ്ടു, വെള്ള ഡ്രസ്സ് ഇട്ട് വന്നു, എന്തൊക്കെയോ അത് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അതിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഉമ്മയുടെ അപ്ഡേഷൻ ചോദിച്ചവർക്കും ഉമ്മാനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞവർക്കും ഞാൻ ജസ്റ്റ് ഞാനായിട്ട് തനിയെ നിന്നൊരു വീഡിയോ എടുത്ത് പറയുകയാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും അവിടെ പോയിട്ട് അവിടെ ബംഗാളി വന്ന് കാത്തു നിൽക്കുന്നുണ്ട്, അതൊന്ന് പോയി ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഉപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളും ഉണ്ടാവും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ.